12 കോടിയുടെ വിഷു ബമ്പർ അടിച്ച ഭാഗ്യവാനെ കണ്ടെത്തി. ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിശ്വംഭരൻ ടിക്കറ്റ് എടുത്തത്. ഷിജിത്ത് വിശദാംശങ്ങളുമായി. ഷിജിത്ത് അടക്കമുള്ള മാധ്യമപ്രവർത്തകരെ വളരെ വിശദമായി തന്നെ വിശ്വംഭരൻ ചേട്ടനെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലോട്ടറിയും കാണാവുന്നതാണ്. എന്താണ് വിശ്വംഭരൻ ചേട്ടൻ പറയുന്നത്? വിശ്വംഭരൻ ചേട്ടൻ ഒരു വിമുക്ത ഭടനാണ്. വിശ്വംഭരൻ ചേട്ടൻ CRPF-ലായിരുന്നു. വിരമിച്ചിട്ട് കുറച്ചു കാലമായി. കോവിഡിന് മുമ്പ് വരെ സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പോയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജോലിക്കൊന്നും പോകുന്നില്ല. കോവിഡിന് ശേഷം ജോലിക്ക് പോയി. വിശ്വംഭരൻ ചേട്ടാ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സന്തോഷമായോ? സന്തോഷം തന്നെ. ഈ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ ലോട്ടറി അടിച്ച ശേഷം? നല്ലോണം ഉറങ്ങി. പഴയനൊക്കെ സുഖമായിട്ട് ഉറങ്ങി. ഈ പൈസ എന്ത് ചെയ്യാനാ പരിപാടി? പൈസ ഇതിലൊക്കെ ചെലവുണ്ട്. വീട്ടിലൊക്കെ എല്ലാം വീടുമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം. അടിച്ച കാര്യം ആദ്യം പറഞ്ഞാരോടാ? വീട്ടുകാരോട് ചേച്ചി. പൈസ ഈ വിമുക്ത പഠനമാണല്ലോ, ഇന്ത്യ മുഴുവൻ കണ്ട ആളാണല്ലോ. പൈസ ചെലവാക്കാൻ ഐഡിയ ഉണ്ട്. നല്ല ഐഡിയ ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ ചെറിയ ഐഡിയ ഇപ്പൊ കയ്യിലുള്ളത്? ചെറിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. വീടൊക്കെ ചെറിയതായിട്ടൊക്കെ ഒന്ന് വെക്കണം. 2-3 പേർക്ക് വെച്ച് കൊടുക്കണം. ടിക്കറ്റ് എന്ത് ബാങ്കിൽ കൊടുത്തോ? ബാങ്കുകാരൻ ചേട്ടനെ വട്ടമിട്ട് നിൽക്കുകയാണോ? ബാങ്കിൽ കൊടുക്കണം. ചില്ലറ അടിയൊക്കെ അടിച്ചിട്ടുണ്ടോ? 5000 അടിച്ചു പറഞ്ഞ കാര്യമുണ്ട്. നികേഷ്, ഇത് ഈ വിശ്വംഭരൻ ചേട്ടൻ ആളൊരു ഭാഗ്യവാനാണ്. ഇപ്പോൾ 5000 അടിച്ചൊരു ലോട്ടറി പോക്കറ്റിലുണ്ട്. അത് ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ കൂടെയാണ് ഇപ്പോൾ വിഷു ബമ്പർ കൂടെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്വംഭരൻ ചേട്ടന്റെ സാധാരണ 5, 7 തുടങ്ങിയ നമ്പറുകൾ പരിശോധിക്കുന്ന ലോട്ടറി മാത്രം. പേഴ്സ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, വിശ്വംഭരൻ ചേട്ടൻ്റെ പേഴ്സിനകത്ത് നിറച്ചും വിവിധങ്ങളായ സമ്മാനം അടിച്ച ലോട്ടറികളാണ്. അതെ, 5000-ന്റെ ഒരു ലോട്ടറി അടിച്ചത് വിശ്വംഭരൻ ചേട്ടൻ ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ കൂടെയാണ് ഇപ്പോൾ വിഷു ബമ്പർ അടിച്ചിരിക്കുന്നത്. 5, 7 തുടങ്ങിയ നമ്പറുകൾ അവസാനിക്കുന്ന ലോട്ടറിയാണ് വിശ്വംഭരൻ ചേട്ടൻ സാധാരണ എടുക്കുന്നത്. ഈ തവണ 7ാം നമ്പറിൽ അവസാനിക്കുന്ന ലോട്ടറിയാണ് ബമ്പർ അടിച്ചിരിക്കുന്നത്. എന്നാൽ 5000 അടിച്ചത് 1ാം നമ്പറിൽ അവസാനിക്കുന്നതാണ്. 10-ൽ താഴെയുള്ള നമ്പറുകൾ അവസാനിക്കുന്നതിലെ വിശ്വംഭരൻ ചേട്ടൻ ലോട്ടറി എടുക്കൂ. അങ്ങനെയല്ല നിഷ്ഠകളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സബ് ഏജന്റായ ജയലക്ഷ്മി നിർബന്ധിച്ചിട്ടാണ് ഈ ലോട്ടറി എടുത്തത്. 7ാം നമ്പറാണോ അദ്ദേഹത്തിന് കിട്ടിയെന്ന കാര്യം ജയലക്ഷ്മിക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും വിശ്വംഭരൻ ചേട്ടൻ ആള് ഭാഗ്യവാനായി മാറിയിരിക്കുന്നു. വിഷു ബമ്പർ അടിച്ചിരിക്കുന്നു. വിമുക്ത പഠനമാണ്. ഇന്ത്യ മുഴുവൻ കണ്ടതുകൊണ്ട് പൈസ എങ്ങനെ ചെലവാക്കണമെന്ന് ചിലർ ഐഡിയകളൊക്കെ തന്റെ കയ്യിലുണ്ട് എന്നും വിശ്വംഭരൻ ചേട്ടൻ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. തീർച്ചയായും ഷിജിത്ത് വിശ്വംഭരൻ ചേട്ടൻ്റെ സന്തോഷത്തോടൊപ്പം നമുക്ക് പങ്കുചേരാം.